നമ്മളൊരു പൈസ ഒരു 20 ലക്ഷം കടമായിട്ട് കൊടുത്തിട്ടുണ്ടായി. ഞാനൊരു വീട് പണി തുടങ്ങിയ സമയത്ത് അത് ഞാൻ തിരിച്ചു ചോദിച്ച സമയത്ത് ഒരു റെസ്പോൺസും ഇല്ല. എനിക്ക് ആ സമയത്ത് കുറച്ചൊരു പടത്തിൻ്റെ ഡേറ്റുകളൊക്കെ തന്നിട്ടുണ്ടായി. പിന്നെ ആ പടങ്ങളൊന്നുമില്ല, പിന്നെ ഒരു പടവുമില്ല, ആരും വിളിക്കണമില്ല. അടുത്ത ഒരാളെന്ന നിലയ്ക്ക് നിർമ്മലേട്ടൻ എങ്ങനെയാ ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മള് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് കയറി വന്ന ഒരാളിനെ ഇങ്ങനൊരു വിഷയം കാരണം മാറി നിൽക്കേണ്ടി വരുന്നത് അല്ല, ഞാൻ ശരിയാണോ? ഇപ്പോഴും പറയുന്നത് ഹരീഷ് മാറിയുന്നതിന്റെ ടെൻഷനും ആദ്യം ഒന്നും ഹരീഷിനല്ല, ഹരീഷിന്റെ വീട്ടിലും ഇല്ല. ഹരീഷ്, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങള് ഇത്ര ലളിതമായി ജീവിച്ച ആളുകളാണ്. അപ്പോൾ ഹരീഷിന് ഇത്ര ലക്ഷങ്ങളോ ഇത്രയോ വരുമാനം വന്നപ്പോഴും മൂപ്പരുടെ ലൈഫ് അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ എന്നോട് പലരും ചോദിക്കും, ഹരീഷ് ഒന്നും ഇല്ലല്ലേ, വീട്ടിൽ ഒതുങ്ങിയിരിക്കുക? ഇല്ല, ഞാൻ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച 20 സെന്റ് സ്ഥലം എടുത്തല്ലോ, അവിടെ അപ്പുറത്തെടുത്തല്ലോ. ഇപ്പോഴാ അടുത്ത് അതല്ലേ, ആ കാറൊന്ന് മാറ്റി പുതിയ കാർ എടുത്ത് അതിനിടയ്ക്ക് വീടുണ്ടാക്കി. അപ്പോൾ ഒരു ഇവൻ അറിയുന്നില്ല ഇവൻ തകർന്നു പോവാണ്. അപ്പൊ ഇത് മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കാന്നല്ലാണ്ട് മൂപ്പര് ലാവിഷായി ജീവിക്കുന്നുണ്ട്. 12 വാങ്ങിയ പോലെ 100 പിന്നെ മത്തി വാങ്ങുന്നുണ്ട്, കറി വെക്കുന്നുണ്ട്, അപ്പുറത്ത് കപ്പ കുഴിക്കുന്നുണ്ട്, രക്ഷപ്പെടുക. അവര് ഫാമിലി എൻജോയ് ജീവിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ട അത്രയല്ലേ, നമ്മൾ സ്വസ്ഥമായി സമാധാനമായിട്ട് ജീവിക്കുക.